ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 12 ഫെബ്രുവരി. ഇറ്റ് ഈസ് ഓൾ ബ്ലഡ് ബാത്ത് ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഇന്നലെ ഇന്നുമായിട്ട് മാർക്കറ്റിലുള്ള ഹെവി സെല്ലിംഗ് ആണ് കാണുന്നത്. സോ ഈ സമയത്ത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ വി ജസ്റ്റ് വാച്ച് ദ മാർക്കറ്റ്. ദർ ഈസ് നത്തിങ് ടു ഡു ഇൻ ദിസ് ടൈപ്പ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റ് എവിടെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിനും നമ്മൾ ഇനി പോകാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ FII സെല്ലിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അപ്പോഴേ മാർക്കറ്റ് റിക്കവർ ആവും. എവറി ഡേ മാർക്കറ്റിൽ ഹെവി സെല്ലിങ് വരും. സോ ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് നോക്കിച്ചാൽ റിലയൻസ് ഒക്കെ മൗത്ത് വാട്ടറിങ് പ്രൈസിലല്ലേ. റിലയൻസ്, TCS, പവർ ഗ്രിഡ്, സ്റ്റേറ്റ് ബാങ്ക്, ഇതുപോലത്തുള്ള നല്ല നല്ല സ്റ്റോക്സ് ഇപ്പം അവൈലബിൾ അറ്റ് എ വെരി ഗുഡ് പ്രൈസ്. പക്ഷേ ഇത് എവിടെയാണ് മാർക്കറ്റ് സെറ്റിൽ ചെയ്യുന്ന പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കാണുന്ന നിഫ്റ്റി എന്ന് വെച്ചാൽ നിഫ്റ്റീൻ്റെ ലാസ്റ്റ് സപ്പോർട്ട് 27,750 നിഫ്റ്റിയുടെ ലാസ്റ്റ് സപ്പോർട്ട് വരുന്നത്. അത് ഇന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. സോ അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാലോ, അതൊരു ഒരു എന്താ പറയുക, ഇത് ഫർദർ താഴത്ത് പോവുക മാർക്കറ്റ് ഇനി കറക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു സപ്പോർട്ട് ലെവലായി കാണുന്ന 22,800. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ വെച്ചാൽ ഈ ഇന്നലെയും മൺഡേ ഓൺവേർഡ്സ് RBI റുപ്പീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെവി ആയിട്ട് ഡോളർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ RBI ഏകദേശം $7 ബില്യൺ സെല്ല് ചെയ്തെന്നാണ് പറയുന്നത്, കാരണം റുപ്പീനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് അഡാനിയായിട്ടുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്തു പ്രൈസിൻ്റെ. സോ ഇപ്പോൾ അവർ പറയുന്നത് അഡാനിയോട് ദേ ഹാഡ് ടു ഫുൾ സപ്ലൈ 1600 മെഗാവാട്ട് പവർ പ്ലാന്റ് സപ്ലൈകളിലെ അഡാനിയുടെ പവർ ഫുള്ളായിട്ട് സപ്ലൈ ചെയ്യാൻ പറയുന്നത് വി ആർ റെഡി ടു പേ എന്നുള്ളൊരു കണ്ടീഷനിൽ അവരെത്തിക്കഴിഞ്ഞു. അതുപോലെ ഇന്ത്യൻ്റെ കർണാടക സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം $155 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മെയിൻലി മഹീന്ദ്ര, IFB, ബോഷ് ഇതുപോലത്തെ വലിയ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു മിസ്റ്റർ R രാജീവ് നല്ലൊരാളാണ്, തൃശ്ശൂർക്കാരനാണ്. നമ്മളെ അബ്ദുൽ ഗഫൂറിന് മറ്റേ ഈ മുസ്ലിം ലീഗിൻ്റെ ഓപ്പോസിഷനെ തോൽപ്പിച്ച ആളാണ്. പക്ഷേ പുള്ളിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ, വി വിൽ ലെറ്റ്